നമ്മളിപ്പോ ഒരു വീടിന്റെ നിർമ്മാണത്തിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രമാണ് പറഞ്ഞത്. അതിൽ കൂടാതെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ, ചെലവുകൾ വരും. അതായത് ഇന്റീരിയർ വർക്കുകൾ, വീട് നിർമ്മാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അതിന്റെ ഇന്റീരിയർ വർക്കുകൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വരുന്നതല്ല. അതുപോലെ പുറത്ത് വരുന്ന കോമ്പൗണ്ട് വാള്, ലാൻഡ്സ്കേപ്പിംഗ്, ഇനി നമ്മൾ മണ്ണിട്ട് ഉയർത്തേണ്ട പ്ലോട്ട് ആണെങ്കിൽ ആ മണ്ണിട്ട് ഉയർത്തുന്ന കോസ്റ്റ്, ഇനി മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റേണ്ട കോസ്റ്റ്, ഇനിയും ലൂസായിട്ടുള്ള മണ്ണോ വെള്ളം കയറുന്നതോ അല്ലെ ചെളിയായിട്ടുള്ള സ്ഥലങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫൗണ്ടേഷന്റെ അഡീഷണൽ കോസ്റ്റ്, ഇപ്പൊ പൈലിംഗ് പോലെയുള്ള ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന കോസ്റ്റ്, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ട കോസ്റ്റ്, എഞ്ചിനീയറുടെ കോസ്റ്റ്, അല്ലെങ്കിൽ വഴി സൗകര്യങ്ങളോ ഒക്കെ ഇല്ലെങ്കിൽ നമുക്കത് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിനുള്ള അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ഇലക്ട്രിക് പോസ്റ്റ് ഇടുന്ന ഇലക്ട്രിക് കണക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള കോസ്റ്റ്, കിണർ കുഴിച്ചിട്ടില്ലെങ്കിൽ കിണർ കുഴിക്കേണ്ടതായിട്ടുള്ള ബോർവെല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട വെള്ളത്തിനുള്ള സോഴ്സ് കണ്ടെത്തുന്നതിനുള്ള കോസ്റ്റ്, അങ്ങനെ പല ഘടകങ്ങളും വീട് നിർമ്മാണത്തിൽ എക്സ്ട്രാ ആയിട്ട് വരും. പലരും നമ്മുടെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞ് 2200, 2300 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ വീട് വെക്കുന്ന ഒരു കോസ്റ്റ് ആണ്. നമ്മൾ അതിന്റെ സ്ട്രക്ചർ തീർത്ത് അതിന്റെ പെയിന്റിങ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഈ ഇപ്പൊ പറഞ്ഞതായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരില്ല.